ഇന്ന് ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ആണ്. പുൽക്കൂടിൻ്റെ സ്ട്രക്ചറൊക്കെ റെഡിയാക്കിയത് റീപ്പറുകൾ ചേർത്തൊട്ടിച്ചെടുത്താണ്. പുൽക്കൂടിന് വേണ്ട പുല്ലൊക്കെ നമ്മൾ നേരത്തെ വെട്ടി ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ പുല്ലെല്ലാം ഒട്ടിച്ചെടുത്തു. ടാർപോളിൻ ഷീറ്റിൽ അക്രിലിക് കളർ കൊണ്ട് മൺകട്ടയുടെ സീനറിയൊക്കെ സെറ്റ് ചെയ്തെടുത്തു. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഞങ്ങളിത് ബാക്കിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കളറുകളൊക്കെ ഉപയോഗിച്ച് പിന്നെ ഫുൾ മിനുക്ക് പണിയായിരുന്നു. ബൈൻഡ് കൂടെ കട്ട് ചെയ്ത് സൈഡെല്ലാം കവർ ചെയ്തു. ഒരു 2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ പുൽക്കൂടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. പുൽക്കൂടിൻ്റെ ഫൈനൽ പണി രാത്രിയിലായിരുന്നേ. ഒരു പ്ലൈവുഡ് പീസിൽ ഫെവിക്കോളൊക്കെ തേച്ച് അതിൽ മണ്ണും കളർ പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഞങ്ങൾ വഴി ഒരുക്കിയത്. ഉണ്ണീശ്വരനെ കിടത്താനായിട്ട് പുൽക്കൂടിനകത്ത് കുറച്ച് ഫെവിക്കോളൊക്കെ തേച്ച് മണ്ണ് സെറ്റ് ചെയ്ത് അങ്ങനെ പുൽക്കൂടിൻ്റെ അവസാന ഘട്ട പണിയിലേക്ക് എത്തി. പുല്ല് വെട്ടിയിട്ട് പുൽക്കൂടിനകം ഫുള്ള് സെറ്റ് ചെയ്യാം. പുൽക്കൂടിൽ ആദ്യം ഞങ്ങൾ സെറ്റ് ചെയ്തത് മാലാഖയായിരുന്നു. പുൽക്കൂടിനകത്തായിട്ടൊരു വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വഴി ഒരുക്കിയതിന് 2 സൈഡിലായിട്ടും കൊച്ചു കൊച്ചു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു. ബാക്കി വന്ന ടാർപോളിൻ ഷീറ്റ് കൊണ്ട് നമ്മൾ സൈഡൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഒരു പാറയുടെ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ഉരുളം കല്ലുകൾ വെച്ച് ഞങ്ങൾ വഴിയെല്ലാം അങ്ങ് ഡെക്കറേറ്റ് ചെയ്തേ. അങ്ങനെ പുൽക്കൂട്ടിൽ കളർ ലൈറ്റൊക്കെ ഇട്ട് രൂപങ്ങളെല്ലാം എടുത്തു വെച്ച് ഉണ്ണിയേശുവിനെ മാത്രം എടുത്തു വെച്ചിട്ടില്ല. ക്രിസ്മസിൻ്റെ തലേന്നല്ലേ നമ്മൾ ഉണ്ണിയേശുവിനെ വെക്കാറ്. അങ്ങനെ പുൽക്കൂടൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.